കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെയാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡ്രീം ഫ്ലവർ IVF സെന്റർ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച IVF സെന്റർ ആയിരിക്കുകയാണ് ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഫോൺ 9995064067. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. DYSP ഉത്തംദാസിനാണ് അന്വേഷണ ചുമതല. 2024 ഏപ്രിൽ 2 ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെ കേന്ദ്ര സർവകലാശാലയിലെ നീള ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റൂബി പട്ടേലിന്റെ മരണത്തിനു പിന്നാലെ ദുരൂഹത ആരോപിച്ച് കുടുംബവും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം. മരണം നടന്ന് 2 വർഷത്തോളമായിട്ടും ഫോറൻസിക് അന്വേഷണത്തിൽ പോലും കാര്യമായ പുരോഗതിയുണ്ടായില്ല. സർവകലാശാല ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സർവകലാശാല ഉദ്യോഗസ്ഥർക്ക് കുടുംബം അയച്ച ഇമെയിലുകൾക്ക് പോലും മറുപടി നൽകിയിരുന്നില്ല. റൂബിയുടെ PhD ഗൈഡ് മാനസികമായി പീഡിപ്പിക്കുകയും വ്യക്തിപരവും തൊഴിൽപരവുമായ സമ്മർദ്ദത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നതായി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതി CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. 2025 ഫെബ്രുവരിയിൽ MEd വിദ്യാർത്ഥി UP സ്വദേശിയായ നിതീഷ് കുമാറും ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.